ഇതിൻ്റെ മുമ്പ് ഞങ്ങളിവിടെ വന്ന് 98 കൂടുമ്പോൾ ഇവർക്കൊക്കെ അറിയാം കുരങ്ങ് പോലുമില്ല. ഇന്ന് ആന ഒഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലുള്ള മൃഗങ്ങളല്ലാണ്ട് പിന്നെ ഞങ്ങൾക്കതൊന്നും രാത്രി ഈ ഒച്ച കേൾക്കുക എന്നല്ലാണ്ട് ഞങ്ങൾക്ക് രാത്രിയൊന്നും പോയിട്ട് നോക്കാനോ അതിനൊന്നും. ഞങ്ങൾ വാതിലടയ്ക്കും. ഞങ്ങൾ വിളക്ക് 7 മണി കഴിഞ്ഞാൽ പിന്നെ വാതിലടച്ച് പിന്നെ ഞങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ തന്നെ ലൈറ്റുകളെല്ലാം ഇട്ട് പിന്നെ അത് കൂടാണ്ട് ഒരു ടോർച്ചും എടുത്ത് എന്നിട്ടൊക്കെ ഞങ്ങൾ ഈ കവുങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ ആദ്യത്തെ പോലെ ഈ കവുങ്ങൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് 4 ഭാഗമൊന്നും കാണൂല, മനസ്സിലാവില്ല. മൃഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കാണൂല. ഏത് സമയത്തും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ജീവിതമാർഗം പോകില്ല. അപ്പം നമുക്ക് എന്താണെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. ഒരു പശുക്കുട്ടീൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കടുവേൻ്റെ ഒരു ഉയരം, ഏകദേശം ഒരു കടുവ ഈ ഉയരമൊന്നും ഉണ്ടാവില്ല. കടുവയുടെ ഏകദേശം ഒരു ഈ ഉയരം. പിന്നെ അതിൻ്റെ വാല് കണ്ടപ്പോഴാണ് പിന്നെ ഇത് ഏകദേശം കടുവ തന്നെയാണ് എന്നുള്ളത് ഇവൾക്കത് മനസ്സിലായി. അവർ അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ അവർ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കടുവ ഏതിൽ വന്നു പോയി എന്നുള്ളതല്ലാണ്ട് വേറെ പ്രയോജനങ്ങളൊന്നും അതിലില്ല. കടുവയിൽ അല്ല, ക്യാമറയിൽ കാണും, കടുവയിൽ പോയാൽ ക്യാമറയിൽ കാണും. നമസ്കാരം, ഞാനിന്നുള്ളത് തലപ്പുഴ 44 എന്ന് പറയുന്ന സ്ഥലത്താണ്, വയനാട് ജില്ലയിലെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തലപ്പുഴ ഭാഗത്തെ കടുവ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒടുവിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഒരു CCTV ക്യാമറ വരെ കിട്ടിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് മുന്നേ ഉള്ള ദിവസം കാണിച്ചതാണ്. അതിനുശേഷം പിന്നീടും പല സ്ഥലങ്ങളിൽ പല ആളുകൾ കടുവേനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ കടുവ കുട്ടികളുമായിട്ടും കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന കടുവേനെയും കണ്ടിട്ടുണ്ട്. ഏതായാലും ഇതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലപ്പുഴ 44 എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ നമ്മൾ 43 എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ ഇന്ന് 44 എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയും എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഇച്ചിരി ഉള്ളിലേക്കുള്ള ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇന്ന് രാവിലെ 11 മണിക്ക്, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവിലെ 11 മണിയായപ്പോൾ ഇവിടെ ഒരു വീട്ടമ്മ കടുവേനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്താണ് അവർ കണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. ഏതായാലും നമ്മളിനി അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ വീട്ടിലുള്ള ചേച്ചിയാണ് കടുവനെ കണ്ടു എന്ന് പറയപ്പെടുന്നത്. ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഏതായാലും അവിടെ ചെന്ന് ഒന്ന് നോക്കാം കേട്ടോ. നടക്കാൻ വഴി ചേട്ടൻ്റെ പേരെങ്ങനെയാ? വേലായുധൻ. ഇവിടെ എപ്പോഴാണ് ചേട്ടാ ഈ സംഭവം കണ്ടതെന്ന് പറഞ്ഞാൽ? ഒരു 11 മണിയായി കാണും. 11 മണിക്ക്. ഇന്ന് 11 മണിക്ക്. ഇന്ന് പകല് 11 മണിക്ക്. എവിടുന്നാണ് ശരിക്കും കണ്ടത്? ഇവിടുന്ന് നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തു നിന്നാണ് നമ്മൾ ഭാര്യ അപ്പുറത്തെ ആ പൊളിഞ്ഞു കിടക്കുന്ന ആ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് കണ്ടത്. ആ കാണുന്ന അവിടെ വെച്ചിട്ട് കണ്ടത്. ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതന്നെ, അവിടെ നിന്നാണ് കണ്ടത്. പൊളിഞ്ഞ വീടിൻ്റെ അവിടെ അതന്നെ, ആ ഉണങ്ങിയ തെങ്ങിൻ്റെ അവിടെ. അപ്പം ഇവിടെ കടുവേൻ്റെ സാന്നിധ്യം ഉണ്ട് അറിഞ്ഞതായതിലാണ് ഞങ്ങൾ കടുവയാണെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചത്. അല്ലെങ്കിൽ അതുപോലത്തെ പശുക്കുട്ടിയോ അല്ലെങ്കിൽ
ഒരു പട്ടീൻ്റെ ഉയരം അല്ല ഉള്ളത്. ഒരു പശുക്കുട്ടീൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു കടുവേൻ്റെ ഒരു ഉയരം ഏകദേശം ഒരു കടുവ ഈ ഉയരമൊന്നും ഉണ്ടാവില്ല. കടുവയുടെ ഏകദേശം ഒരു ഈ ഉയരം. പിന്നെ അതിൻ്റെ വാല് കണ്ടപ്പോഴാണ് പിന്നെ ഇത് ഏകദേശം കടുവ തന്നെയാണ് എന്നുള്ളത് ഇവൾക്കത് മനസ്സിലായി. ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പണി ജോലി സ്ഥലത്താണ് പണി. ഞാൻ കണിയാരത്തായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു. കണിയാരത്ത് ഞാൻ ഈ തേങ്ങ വരയ്ക്കുന്ന പണിയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓടി വരത്തില്ല. എനിക്ക് എൻ്റെ ക്ലീമ്പറും അതും ഇതൊക്കെ സാധനങ്ങളൊക്കെ ശരിയാക്കി സ്കൂട്ടറൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാം രാവിലെ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇവിടുന്ന് പണിക്ക് പോകുന്നുണ്ട് എസ്റ്റേറ്റിലേക്ക്. ഞങ്ങൾ പേടിച്ചിട്ട് 2 ആളും കൂടിയാണ് പോകുക എൻ്റെ വണ്ടിയിൽ. അപ്പോൾ അവൻ എസ്റ്റേറ്റിലേക്കും പോകും, ഞാൻ വണ്ടിയെടുത്ത് പണിക്കും പോകും. ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ന് ഇവരുണ്ടായിരുന്നു, നമ്മുടെ മക്കളുണ്ടായിരുന്നു. അവർ കാറും കൊണ്ട് വരുമ്പോൾ ഞാൻ അവരുടെ പുറകിൽ വണ്ടിയും കൊണ്ടുവന്നു. പകലൊക്കെ പോകാനിപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കുറച്ച് ദൂരം കാടിൻ്റെ ആ വഴി കൂടെ പോകണം. കുറച്ച് ആ കാടിൻ്റെ ആ വഴി കൂടിയിട്ട് കുറച്ച് ഇടയങ്ങ് പോയാൽ എസ്റ്റേറ്റ് റോഡായി. അപ്പോൾ ചാനൽ നിങ്ങളൊക്കെ എന്താ അറിയുക, നമുക്ക് ഒരു പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ വഴീൻ്റെ ഈ ഒരു സുരക്ഷിതം എന്ന നിലയ്ക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളും ഒരു അപേക്ഷ കൊടുക്കുക. നമ്മളെ ദയനീയാവസ്ഥ കണ്ടിട്ട് ഇതിൻ്റെ 4 ഭാഗം ഫോറസ്റ്റ് അല്ലേ. നിങ്ങളിപ്പോൾ എങ്ങനെ ഇവിടെ എത്ര വീടുകളുണ്ട്? ഇവിടെ 3 വീട്, അവിടെ 2 വീടുണ്ട്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ പൈസയും. എത്ര വർഷം ഇവിടെ താമസിക്കും? ഞങ്ങളിവിടെ ഈ വീട് കെട്ടിയത് 98 1998. അതിൻ്റെ മുമ്പേ ഞങ്ങളിവിടെ താമസമുണ്ട്. അന്ന് ഈ കൂട്ടറൊക്കെ ഇവിടെ താമസമുണ്ട്. പിന്നെ സ്ഥലം വാങ്ങാനും വീടുണ്ടാക്കാനൊന്നും വേറെ മാർഗ്ഗങ്ങളും പൈസകളൊന്നും. ഈ സ്ഥലം ആരുടെ മേടിച്ചേ? ഇത് എസ്റ്റേറ്റുകാരൻ്റെ ഭൂമിയായിരുന്നു. അത് ഞങ്ങളിത് കയ്യേറിയൊക്കെ അങ്ങനെ അന്ന് ഞങ്ങൾക്ക് എസ്റ്റേറ്റുകാർ അനുവദിച്ച് തന്നതാണ്. പട്ടയം എപ്പോഴാണ് ഇതിന് ലഭിച്ചത്? പട്ടയമുണ്ട്. ഇപ്പം പട്ടയം കിട്ടിയതിന് ശേഷം ആണ് ഞാനിതൊക്കെ നട്ടുണ്ടാക്കി. ഇനിയിപ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകാനാണെങ്കിൽ പോകാനും വയ്യ, പോകാണ്ടിരിക്കാനും വയ്യാത്തൊരു സ്ഥിതിയായി. ഇതിന് മുന്നേ ഇങ്ങനെ ഇവിടെ കടുവ ഇല്ല. ഇതിൻ്റെ മുമ്പ് ഞങ്ങളിവിടെ വന്ന് 98 കൂടുമ്പോൾ ഇവർക്കൊക്കെ അറിയാം, കുരങ്ങ് പോലും ഇല്ല. ഇന്ന് ആന ഒഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട്. ആനയില്ല. ആന ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. കടുവൻ്റെ സാന്നിധ്യമുണ്ട്. കാട്ടുപോത്തിൻ്റെ വഴി ഇതാണ്. ഇതിലെയാണ് കാട്ടുപോത്ത് ഇറങ്ങുക. അതാണ്ട് ആ മരത്തിൻ്റെ അതിലെയാണ് കാട്ടുപോത്ത് ഇറങ്ങുക. അതിലെ അങ്ങനെ ഇറങ്ങി നമ്മൾ ഈ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിൻ്റെ മേൽഭാഗത്ത് വന്ന് പിന്നെ അതിലെ അങ്ങനെ തോട്ടത്തിലേക്ക് പോകും. അതിൽ തന്നെ കാട്ടുപോത്തും അതിൻ്റെ വഴി അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളും മറ്റുള്ള നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെ ഇത് വളരെ ഗൗരവമായിട്ട് ഇനിയിപ്പം നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ഏത് സമയത്തും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ജീവിതമാർഗം പോകില്ല. അപ്പം നമുക്ക് എന്താണെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. വണ്ടിയൊന്നുമില്ല. എനിക്ക് വണ്ടിയുണ്ട്. അതുകൊണ്ടാണ് പേടി. ഈ സ്കൂട്ടർ ആയതുകൊണ്ടാണ് പേടി. ഈ സ്കൂട്ടറിൽ അപകടം ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കാറിന് അത്രയും തന്നെ അപകടം ഇല്ല എന്ന് പറയുന്നത്. എനിക്ക് കാറിൽ അങ്ങനെ സ്കൂട്ടറിന് ചാടി പിടിക്കുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ ഒറ്റയ്ക്കിലൊക്കെ അല്ലേ വരുന്നത്. പിന്നെ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ ഇവരൊക്കെ ഇതാക്കും പോലെ എനിക്ക് സ്കൂട്ടറിൽ അങ്ങനെ പെട്ടെന്ന് നിർത്താനും ഓടാനും ചാടാനുള്ള ആ പ്രായപരിധിയൊക്കെ നമ്മളത് പോയില്ലേ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഭയം അങ്ങനെയും ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്ത ഒരു സാഹചര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു സുരക്ഷിതത്തിന് ഞങ്ങൾ ഈ വഴിയോരങ്ങളൊക്കെ ഒരു ലേശമൊക്കെ ഒരു വെട്ടി വെളിച്ചമാക്കിയിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു സൗകര്യം ആകുമായിരുന്നു. നമ്മളൊരു അപേക്ഷ വേണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കും. DFOന് കൊടുക്കാനാണ് അവർ നേരത്തെ മറ്റേ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇത് ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നു? അവർ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളൊരു ഗൺ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഡെപ്യൂട്ടി റേഞ്ചറായിരുന്നു ഒരാൾ. അവർ 2 ആളും ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനായപ്പോഴാണ് ഇപ്പോൾ അവർ പോയത്. അവരുടെ വന്യമൃഗ സംരക്ഷണത്തിൻ്റെ ഒരു വണ്ടിയും ഒക്കെ കൊണ്ടാണ് അവരിവിടെ വന്നത്. അവർ അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ അവർ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കടുവ ഏതിൽ വന്നു പോയി എന്നുള്ളതല്ലാണ്ട് വേറെ പ്രയോജനങ്ങളൊന്നും അതിലില്ല. ക്യാമറയിൽ കാണും. കടുവയിൽ പോയാൽ ക്യാമറയിൽ കാണും. പിന്നെ ആ കടുവ ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ കടുവ എവിടെ പോയി എന്ത് പോയി എന്നുള്ളത് ക്യാമറയിൽ കാണൂലല്ലോ. കടുവ അതിലേ അല്ലേ. കടുവ ഒന്ന് അതിലേ പോയി ക്യാമറയിൽ കണ്ടു. അപ്പോൾ കടുവ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. ഇന്നലെ തന്നെ കടുവൻ്റെ ശരിക്ക് കാൽപ്പാട് ആ റോട്ടിൽ കണ്ടതുകൊണ്ടാണ് ഇന്നലെ അത്രയും തെരച്ചിലൊക്കെ നടത്തിയത്. ആ റോട്ടിലാണ് കാൽപ്പാട് കണ്ടത് കടുവൻ്റെ. ഇന്നലെ നമ്മളല്ല കണ്ടത്, എസ്റ്റേറ്റിലുള്ള ജോലിക്കാരൊക്കെ കണ്ട്. ഇന്നലെ എസ്റ്റേറ്റ് മാനേജർമാരും വരുമ്പോഴൊക്കെ പകൽ ഒരുപാട് നേരം തെരച്ചിലൊക്കെ നടത്തി. അവർക്ക് വെള്ളവും മറ്റൊക്കെ സൗകര്യങ്ങളൊക്കെ കമ്പനി ചെയ്തു കൊടുത്തു. പക്ഷേ എന്നിട്ട് അവർ പകലൊക്കെ കടുവനെ അങ്ങനെ തിരഞ്ഞെന്നിട്ടുണ്ടെങ്കിൽ കടുവനെ ഒന്നും കാണാനൊന്നും നോക്കൂല. അത് സാധാരണ ജീവിയൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നലെ അവരൊക്കെ ഊർജിതമായിട്ട് പിന്നെ രാത്രി നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അവർ വന്ന് പറഞ്ഞു രാത്രി ആളുണ്ട്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നമ്മൾ വരും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും നമുക്ക് പ്രയോജനം ഒരു ദിവസമാണെങ്കിൽ 2 ദിവസമാണെങ്കിൽ നമുക്കില്ല. നമുക്കൊരു പ്രയോജനം, നമുക്കൊരു ചെറിയ ഒരു വീതി മാറ്റണം കിട്ടണമെങ്കിൽ അതിൻ്റെ അതുപോലെ ഇത് കണ്ടോ നിങ്ങൾ, അത് ആ ലൈറ്റ് കണ്ടോ, ഞങ്ങൾ നല്ലൊരു പൈസ കൊടുത്ത് മേടിച്ചത്. അപ്പോൾ അത് ആ മരത്തിൽ കെട്ടി മക്കൾ വേണ്ടി കെട്ടിയതാണ്. ഏതാ അതായത് ഇങ്ങോട്ട് ഇതാണ്ടോ ലൈറ്റ് കാണിച്ചു തരാം. നമുക്ക് അത്രയും തന്നെ ഭയമായിട്ടാണിത് കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം അതിൻ്റെ പണിയാണ്. ആ ലൈറ്റ് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ സോളാർ പോലത്തുള്ള LED ഞങ്ങൾ വാങ്ങിയതാണ് അത്. അപ്പോൾ അത് ആ പ്രദേശം മുഴുവനും വെട്ടം കാണും. അപ്പോൾ അത്രയും രാത്രിയാകുമ്പോൾ നമുക്കൊരു ഭീതി കുറയും. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് അറിയോ, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ഞാൻ വിളിച്ച് ചോദിക്കും എന്താ വേണ്ടതെന്ന്. ഞങ്ങൾ വേണ്ടുന്ന സാധനങ്ങൾ അന്ന് തന്നെ വാങ്ങി ഒരു 12:30 വരെ ഞങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വരും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയില്ല. അത്രയും ഭീതിയോടെയാണ്. നമുക്ക് പ്രായമായ ആളേ ഉള്ളൂ, നമ്മളെ കൂടെ ആളില്ല. ഇവൻ്റെ ഒരു ചെറിയൊരു കൊച്ചാണ് എൻ്റെ കൂടെ ഉള്ളത്, ഇവിടെ വേറെ ആളുമില്ല. അപ്പോൾ അത്രയും ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഒരു ദയനീയ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മളിതൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് പോകാനും പോകാതിരിക്കാനും വയ്യാത്ത ഒരവസ്ഥ. ഇപ്പോൾ നമ്മളെങ്ങോട്ട് പോകും, എവിടെ ഇട്ടെറിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകുക? നമുക്ക് അങ്ങനത്തെ ഒരു സൗകര്യമില്ല. പിന്നെ മക്കളൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 സ്ഥലത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ രൂപത്തിലുള്ള താമസ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു രീതിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ താമസിക്കാനും വയ്യ. പിന്നെ ഇത് ഇത്രയൊക്കെ ഇട്ടെറിഞ്ഞ് പോകാനും വയ്യ. ഇവിടെ എത്ര എന്തായാലും സ്ഥലമുണ്ട്? എനിക്ക് 50 സെൻറ്റ് ഉണ്ട്. 50 സെൻറ്റ് അല്ലേ? 50 സെൻറ്റ് പട്ടയം കിട്ടിയതുണ്ട്. ഇതിൻ്റെ പുറകോട്ട് എന്താ? ഇല്ല പുറകോട്ടൊന്നുമില്ല. പുറകോട്ടൊക്കെ എൻക്രോച്ചാണ്. ഫോറസ്റ്റാ? എൻക്രോച്ചാ ഫോറസ്റ്റ്. അതൊക്കെ എൻ്റെ ഈ തെളിഞ്ഞ് കിടക്കുന്നത് ഈ കവുങ്ങ് വെച്ചത് ഇതാ ആ ഭാഗത്ത് ആ ഭാഗം ഒന്നുമില്ല. ആ കൈത നിൽക്കുന്നില്ലേ, ആ കൈത നിൽക്കുന്ന എൻ്റെ ഇതാ ഈ കുഴിക്കൂർ 4 സൈഡും ഫോറസ്റ്റാ? 4 സൈഡും ഫോറസ്റ്റ്. അതല്ല അതൊക്കെ ഫോറസ്റ്റ്. ഇത് 3 ഏക്കർ 3 സെൻറ്റാണ് ആകെ മൊത്തം ഉള്ളത്. അതിൽ 50 സെൻറ്റ് എനിക്കുണ്ട്. അതുപോലെ ഭാഗ്യമായിട്ട് ഒരു 3-4 കൂട്ടരെടുത്തായിട്ട് കുറേശ്ശെ ഉണ്ട്. താമസം ഞങ്ങളും അവിടെ ഒരു 2 വീട്ടുകാരും ഉണ്ട്. അവരിൻ്റെ വീടും പിന്നെ വേറെ ആളുകളുണ്ടായിരുന്നു അവിടെ? ഇതിൻ്റെ ഇല്ല അവിടെ ആ ഒരു വീട്ടുകാരുണ്ടായിരുന്നു. അവർ ഒഴിവാക്കിയൊന്നുമല്ല. അവർ സ്ഥലമൊക്കെ അവർ തന്നെ അവർ മാനന്തവാടിയിൽ പോയി. മാനന്തവാടിയിൽ പടച്ചക്കുന്ന് വടേരി അമ്പലത്തിൻ്റെ അടുത്ത് അവർ താമസ സൗകര്യമൊക്കെ ആക്കി അവർ പോയി. അവരാണ് ഞങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങളിവിടെ വന്ന് കയറി കിടന്നുവന്നുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു അവിടെ ഒരു ഷെഡൊക്കെ വെച്ച് കിട്ടിയ ഒരു 2-3 കൊല്ലം അവിടെ താമസിക്കുന്ന മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 98 ഉണ്ടാക്കിയതാണ്. പ്രളയത്തിൽ ഒന്നിച്ച് ഇതെന്താ പറ്റിയതെന്നൊന്നും അറിയില്ല. മൊത്തം വീട് അങ്ങോട്ട് പൊട്ടി തെറിച്ച് നശിപ്പിച്ച് ഇപ്പോഴത്തെ അന്ന് നമുക്ക് പട്ടയമില്ല, റെക്കോർഡില്ല, ഡോക്യുമെൻറ്റില്ല, ഒന്നുമില്ല. 5 പൈസ തൊട്ട് കിട്ടിയതുമില്ല. ഇപ്പോഴാണ് ഒരു ചെറിയൊരു മേൽക്കൂരയ്ക്കൊക്കെ തന്നിട്ട് ഒരു മേൽക്കൂരയൊക്കെ മാറ്റി അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു സുരക്ഷിതത്തിൽ ഇനി ഇരിക്കുക. അപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടോ? ഇവിടുന്ന് പുറത്ത് പോകണമെന്നുണ്ടോ? ഇവിടുന്ന് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു താമസ സൗകര്യവും അതിൻ്റെ അനുസരിച്ചൊരു 5 സെൻറ്റ് സ്ഥലവും നമുക്ക് കിട്ടണ്ടേ? അല്ലാണ്ട് നമ്മൾ അങ്ങനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എന്ത് വിചാരിച്ചാൽ പോവുക? നമ്മൾ അല്ലെങ്കിൽ അതിന് വരുമാനം വേണം. വരുമാനമുണ്ടോ? നമുക്ക് തുച്ഛമായൊരു വരുമാനമുണ്ട്. 2000 രൂപ മറ്റേ എസ്റ്റേറ്റിൻ്റെ ഫ്രോഡമിൻ്റെ പെൻഷനും ഉണ്ട്. സർക്കാർ തരികയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് 1600 റുപ്യ അതുകൊണ്ട്. മറ്റല്ലാണ്ട് എന്ത് വരുമാനമാണ് ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് ജീവിക്കാനും പറ്റും. ജീവിക്കാൻ ഇന്നും നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടും മറ്റു മറിച്ചൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ചേച്ചിയല്ല ശരിക്കും ഇത് കണ്ടത്? ചേച്ചിയാണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ഇന്ന് എത്ര 11 മണിയായപ്പോൾ കണ്ടല്ലേ? ചേച്ചി അപ്പം എവിടെയായിരുന്നു? വീട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങോട്ട് ഇവൻ ചെറിയ വരും പറഞ്ഞിട്ട് നോക്കിയത്. അപ്പം നാടെ കണ്ട്. മക്കളാരും വരുന്നുണ്ടോ നോക്കിയതല്ലേ? അല്ല, ഞങ്ങൾക്ക് കുട്ടീൻ്റെ ഇവൻ്റെ ഒരു ചെറിയ കുട്ടി അവൻ ഇവിടെ ഉണ്ട്. സുഖമില്ല, അവനെന്തോ വയറ്റെന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അവനെവിടെ ഉണ്ട്. അപ്പോൾ അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരുന്നുണ്ടോ നോക്കിയതല്ലേ? അപ്പം തന്നെ കണ്ടത് അവിടെ ഉണ്ടായി. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി. പിന്നെ എങ്ങോട്ടാ? ഏ സൈഡിലേക്ക് പോയി? അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോയി, കാട്ടിലേക്ക്. ഇങ്ങോട്ടാ പോയേ? ഓ, ഈ ഭാഗത്തേക്കാ പോയല്ലേ? ഇങ്ങോട്ടല്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കടുവനെ കണ്ടിട്ടില്ല. കണ്ട പാടെ അപ്പൊ ചേച്ചി എന്താ ചെയ്ത? ഇവിടെ നിന്ന് പിന്നെ ഞാൻ ഇവരെ വിളിച്ചപ്പോ പറഞ്ഞ നമ്പറൊന്നുമില്ല, ആരെങ്കിലും നോക്കുന്ന്. നേരെ സക്കീറുണ്ട്, ഫോറസ്റ്റ് ഇവിടെ വാച്ചറാ. ഓരെ വിളിച്ചപ്പോ ഫോറസ്റ്റിനെ വിളിച്ച് അപ്പൊ അവര് വന്നു. അപ്പൊ അവരെങ്ങനെ സ്ഥിരീകരിച്ചല്ലേ സംഭവം?
അതുതന്നെയാണ് അവർ സ്ഥിരീകരിച്ചു കടുവ തന്നെയാണ്. കാരണം ഇന്നലെ കടുവേന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടും അവർ ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നേരം ഒരുപാട് ക്യാമറ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കടുവേന്റെ കാൽപ്പാട് അവര് സ്ഥിരീകരിച്ചു. അപ്പോൾ നമ്മളിന്ന് കണ്ടതും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അത് കടുവ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ രാത്രി അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്ന അങ്ങനെ എന്തെങ്കിലും? രാത്രി ഞങ്ങൾക്ക് ഇവിടെ പല തരത്തിലുള്ള ശബ്ദം കേൾക്കലുണ്ട്. പലതെന്ന് പറഞ്ഞാൽ പലതും. ഒരു ദിവസം ഒരു 6:30 ആകുമ്പോൾ അവിടുന്ന് ഒരു ഒച്ച. അപ്പൊ ഞാൻ കുട്ടിയുണ്ട് ഇവിടെ, ഞങ്ങൾ രണ്ടാളും കൂടെ ഈ സന്ധ്യ ആകുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഇവിടെ നിന്ന് അച്ചാച്ച അതാ കാട്ടുപോത്ത് എന്ന് പറഞ്ഞു. അത് അങ്ങനെ ആ മൂലയിൽ ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു മൃഗം കാട്ടുപോത്ത്. അപ്പൊ ഞങ്ങൾ എന്നെ വിളിച്ച് കാണിച്ചു, ഞാനും കണ്ടു. ഇവള് വരുമ്പോഴത്തേക്ക് പോത്ത് ആ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ഒരു ദിവസം രാത്രി ഈ ഒരു 3-4 ദിവസമായിട്ടേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒച്ച. ഉണങ്ങിയ ഓടയാണേ മുഴുവൻ. ഈ ഉണങ്ങിയ ഓടേൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒരു മൃഗം നടക്കുന്ന പോലെ ചറ ഒരു അല്ലെങ്കിൽ ഒരു പന്നി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം. നമ്മൾ പോയി നോക്കിയില്ല, കാരണം പോകാൻ പേടിയല്ലേ. അപ്പോൾ എന്നാലും അത് പോണത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവളാണെങ്കിൽ എവിടെയും വിടൂല ഈ മേൽഭാഗത്ത് നിന്ന്. അങ്ങനെ പല ശബ്ദങ്ങളും ഇവിടെ രാത്രി. ആ സമയത്ത് കടുവ ഒച്ച ഉണ്ടാക്കുവല്ലോ ചെയ്തായിരുന്നു? ഒന്നും ഇല്ലല്ലേ? ഇല്ല, അതൊന്നും അറിയില്ല. പിന്നെ കുരങ്ങ് വരുത്തുണ്ട്. കുരങ്ങിന്റെ ഒച്ച വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പൊ സമയത്ത് ഒച്ച ഉണ്ടാക്കിണ്ടോ? അവിടുന്ന്. പിന്നെ അവിടെ 2 നായ്ക്കളുണ്ട്, അത് കുരയ്ക്കുന്നുണ്ട്. അതിലേ പോയിട്ടുണ്ടാവും. അല്ലാണ്ട് പിന്നെ നായ് കുരയ്ക്കാൻ സാധ്യതയില്ല. ആ സമയത്ത് ആ 2 പട്ടിയും കൂടെ കുരയ്ക്കുന്ന കണ്ടപ്പം ഏകദേശം അതിൽ അങ്ങനെ മാറിയിട്ടുണ്ടാവും. ഈ കടുവയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതായത് ആവശ്യത്തിൻ്റെ വെള്ളമുണ്ട്. പിന്നെ പകലൊക്കെ കയറി കിടക്കാനുള്ള കാണുന്നില്ല ഇതുപോലുള്ള ചതുപ്പ് നിലങ്ങൾ, അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കാം. നല്ല തണലത്ത് ആരിൻ്റെ ഒരു ശല്യമില്ല. കുടിക്കാനുള്ള വെള്ളത്തിന് വേറെ എവിടെയും പോകണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടില്ല, മറ്റുള്ളൊരു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ രാത്രിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി ഈ പശുക്കളൊക്കെ ഈ ചളിയിൽ കൂടെയൊക്കെ പോകുന്ന സൈസ് ഒച്ചയില്ലേ ഇവിടെ ഞങ്ങൾ 2-3-4 വട്ടം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പശുക്കൾ ഏതായാലും ഇല്ലല്ലോ. പിന്നെ പന്നി അങ്ങനൊന്നും പോകൂല. ആനയാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഇതുപോലുള്ള മൃഗങ്ങളല്ലാണ്ട് പിന്നെ ഞങ്ങൾക്കതൊന്നും രാത്രി ഈ ഒച്ച കേൾക്കുക എന്നല്ലാണ്ട് ഞങ്ങൾക്ക് രാത്രിയൊന്നും പോയിട്ട് നോക്കാനോ അതിനൊന്നും. ഞങ്ങൾ വാതിൽ വിളക്ക് 7 മണി കഴിഞ്ഞാൽ പിന്നെ വാതിലടച്ച് പിന്നെ ഞങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ തന്നെ ലൈറ്റുകളെല്ലാം ഇട്ട് പിന്നെ അത് കൂടാണ്ട് ഒരു ടോർച്ചും എടുത്ത് എന്നിട്ടൊക്കെ ഞങ്ങൾ ഈ കവുങ്ങിൻ്റെ ഇടയിൽ. ഇപ്പോൾ ആദ്യത്തെ പോലെ ഈ കവുങ്ങൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് 4 ഭാഗമൊന്നും മനസ്സിലാവില്ല. മൃഗങ്ങളുണ്ടെങ്കിൽ തന്നെ കാണൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്. കാരണം നിങ്ങൾ ഇത് എന്തെങ്കിലുമൊക്കെ ചാനലായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു സുരക്ഷിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നടക്കുന്ന വഴീൻ്റെ ഒരു 2 വശം ലേശം വീതിയിൽ ഒരു ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ നമുക്ക് ചെയ്തു തരണം എന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഒരു നടന്നു പോകാനുള്ള വഴീൻ്റെ 2 വശം പിന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ഉപകാരമായിരുന്നു. അത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവരുമായിട്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വെറും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്നലെയും കൂടെ ഞാനവിടെ പോയി. പേടിയാവും അവിടെ പോയിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും തുറസ്സെങ്കിലും ഉണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇതൊക്കെ ആണെങ്കിലും കൂടി ഞങ്ങൾക്ക് ഇത്രയും ഒരു തുറസ്സെങ്കിലും ഉണ്ട്. ഞങ്ങൾ 50 സെൻറ്റ് കാടില്ലാണ്ട് കിടക്കുക. അവരങ്ങനെയല്ല, അവർ വെറും കാട്ടിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വയസ്സുള്ളൊരു അമ്മയും ഒരു മകനും അവർ 2 ആളാണ് താമസിക്കുന്നത്. അതിൻ്റെ അങ്ങേപ്പുറത്ത് പിന്നെ അവിടെ ഒരു 3 ആൾ താമസിക്കുന്നുണ്ട്. അത് പിന്നെ വലിയ പ്രായമുള്ള ഒരാളും അവൻ്റെ ഭാര്യയും ഒരു ചെക്കനും. അപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നതിലിപ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ ഒന്ന് പുറത്ത് കൊണ്ടുവരാനൊക്കെ. എന്നാലും നമ്മളെക്കാളുമൊക്കെ വളരെ ദുഷ്കരമായിട്ട് ജീവിക്കുന്ന ആളുകളും ഉണ്ട് നമ്മൾ ഈ നാട്ടിൽ തന്നെ. ഈ അപ്പപ്പാറ ഭാഗത്തൊക്കെ പോയി നോക്ക് എന്തൊക്കെയാണ് സ്ഥിതികൾ. നമ്മളത് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യമല്ലേ വലുത്. അപ്പോൾ നേരത്തെ അവരിപ്പോൾ നമ്മളോട് പറഞ്ഞ ആ ഒരു പ്രദേശം അതാണ് വീട്. ഈ വീടിൻ്റെ അവിടെ നിന്ന് കടുവേനെ കണ്ട പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. കടുവ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിലിങ്ങനെ നടന്നിറങ്ങി വന്ന് ഇങ്ങനെ ഈ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഇങ്ങനെ പോയി ഈ ഉണങ്ങിയ തെങ്ങും കഴിഞ്ഞ് നേരെ ആ ഒരു വഴിക്ക് ഇങ്ങനെ പോയിട്ട് അതിലിറങ്ങി ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ പോയി. അവിടെ ഒരു വീടുണ്ട്, ആ ഭാഗത്ത് ഒരു വീടുണ്ട്. ഇതവിടെ ഈ ഭാഗത്തായിട്ട് വീട് കാണാം നമുക്ക്. കണ്ടോ വീടുണ്ട്. അതിൽ ഇങ്ങനെ
ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ആ ചേച്ചി കണ്ടത് കേട്ടോ. ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇതൊരു പഴയ വീടാണ്. ഇവിടെ ഉള്ള ആളുകൾ വീട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പോയിരിക്കുന്നതാണ്. പക്ഷേ സ്ഥലം ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അവരിവിടെ ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതാണ് പഴയ വീടിങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ ആ ചേട്ടനും ആ ചേച്ചിയൊക്കെ സംസാരിച്ചത് കേട്ടു. ഇത് വല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഒരു ചുറ്റും ഫോറസ്റ്റ് തന്നെയാണ്. ചുറ്റും ഫോറസ്റ്റായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണിത്. പക്ഷേ ഇവർ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളാണ്. ഇവർക്കിവിടെ പട്ടയമുള്ള ഭൂമിയുള്ള ആളുകളാണ്. അപ്പോൾ പക്ഷേ അവരുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്. അവർ പറഞ്ഞ പോലെ തന്നെ പണ്ടൊന്നും ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇവർ ഇങ്ങനെയൊക്കെ കാണാനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്താണ്. തൊട്ട് ഇവിടെയായിട്ടാണ് കടുവേനെ അവർ കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. നമ്മളിത് അന്വേഷിച്ച് വന്നതാണ്. നമുക്ക് ഇന്നലെ നമ്മൾ പോയ സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് നമ്മളെ വിവരം അറിയിച്ചത്. അപ്പോൾ നമ്മളത് എന്താണെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് വന്നു. പക്ഷേ അത് ഇപ്പോൾ ഇത്രയും ഭയങ്കര ഒരു കാടിൻ്റെ ഉള്ളിലാണെന്നുള്ളത് നമുക്കിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എന്നാലും പറയുന്ന പോലെ പട്ടയമുള്ള ഭൂമിയാണ്. കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും പുറത്തേക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള ഒരു സഹായമൊക്കെ ഇവർക്ക് ചെയ്ത് കിട്ടിയാൽ ഒരു പക്ഷേ ഇവർ പുറത്തേക്ക് പോകാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവരോട് സംസാരിച്ചപ്പോൾ അവർ മനസ്സിലായത്. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറ്റ് അപ്ഡേറ്റുകളുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ.